കൊല്ലം നഗരത്തിൽ ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണിത്. കുടിവെള്ളത്തിനായി തമ്മിൽ തല്ലിയതിന് കഴിഞ്ഞ 1.5 മാസത്തിനിടെ 2 കേസുകളാണ് പോലീസ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന തീരദേശ മേഖലകളിൽ 4 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഇപ്പോൾ കുടിവെള്ളം എത്താറുള്ളൂ. ആ കിഴക്കേറ്റന്ന് വെള്ളം കൊടുത്തിട്ട് ബാക്കി ബാലൻസ് ഇവിടെ കൊണ്ടുവന്ന് ഒരു 3-4 പാത്രത്തിൽ വെള്ളം എടുത്തപ്പോൾ ഇവർ പറഞ്ഞു വെള്ളം തീർന്നു എന്ന് പറഞ്ഞു. വെള്ളം തീർന്നില്ലായിരുന്നു. വീണ്ടും ഇപ്പൊ ഞങ്ങൾ ഫോണെടുത്ത് അവരെ വിളിച്ചപ്പോഴാണ് ഈ വണ്ടി വെള്ളം ഇവിടെ വരാൻ കാര്യം. അവരിവിടെ തരത്തില്ല ഞങ്ങൾക്ക് ഈ നടുക്ക് ഭാഗത്ത് അവർ വെള്ളം തരുന്നില്ല. നഗരത്തിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സായ ശാസ്താംകോട്ട തടാകം വറ്റി വരേണ്ടതാണ് ഇതിന് കാരണം. തടാകത്തിന് സ്ഥിതി നഗരത്തിലെ മനുഷ്യരെക്കാൾ കഷ്ടമാണ്. ക്രമാതീതമായി ജലം ഉൾവലിഞ്ഞു. ചില ഭാഗങ്ങളിലൊക്കെ തടാകം വല്ലാണ്ട് മെലിഞ്ഞു എന്ന് പറയേണ്ടി വരും. പ്രകൃതിയുടെ ഒരു സംഭവമുണ്ട്. പ്രകൃതിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ മഴ യഥാർത്ഥത്തിൽ പെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ശാസ്താംകോട്ട തടാകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അടിയുന്നുള്ള ഉറവയും മഴ പെയ്യുന്ന മഴ പിന്നെ കുന്നുകളാണ് മൊത്തത്തിലുള്ളത്. ഈ കുന്നുകളിൽ നിന്ന് മഴ പെയ്ത് നിന്ന് ഊറ്റായിട്ടാണ് ഇത് ഈ ശാസ്താംകോട്ട കായലിലേക്ക് ഇത് വരുന്നത്. തടാകത്തെ സംരക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കാതെ ജലചൂഷണം നടത്തിയ സർക്കാരുകളാണ് തടാകത്തെയും മനുഷ്യരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയത്. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.